നമ്മളെല്ലാവരും ലഹരിക്കെതിരെ പറയുന്നവരാണ് അല്ലെ. ലഹരി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്, ഒരു ആൾ നടത്തുന്ന ഒരു പോരാട്ടം. സംസ്ഥാനത്തെ ലഹരി ഉപയോഗം വർദ്ധിക്കുമ്പോൾ ലഹരിക്കെതിരെ വർഷങ്ങളായി പോരാട്ടം നടത്തുന്ന ഒരു വനിതയുണ്ട് പത്തനംതിട്ടയിൽ. കാട്ടൂർ പേട്ട സ്വദേശിനി അജീന നജീബാണ് ആ പോരാളി. സ്വയം സംരംഭക, കുടുംബശ്രീ CDS മെമ്പർ, അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ട് കാട്ടൂർപേട്ട സ്വദേശിനി അജീന നജീബിന്. കുടുംബശ്രീയിലെ പ്രവർത്തനങ്ങളാണ് ലഹരിവിരുദ്ധ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. ബോധവൽക്കരണങ്ങൾക്കായി എന്ത് ചെയ്യാമെന്ന ആലോചന ഷോർട്ട് ഫിലിം നിർമ്മാണത്തിലെത്തി. 2023 ലഹരിക്കെതിരെ വിമുക്തി എന്ന പേരിൽ ഷോർട്ട് ഫിലിമും നിർമ്മിച്ചു. രാജ്, ഇവരുടെ പേരൻസിനെയൊക്കെ വിവരം അറിയിച്ചിട്ടില്ലേ? മാം, എൻ്റെ അച്ഛൻ ഇത് അറിയരുത്. അച്ഛൻ അറിഞ്ഞാൽ തകർന്നു പോകും മാം. വീട്ടിൽ നടത്തുന്ന കേക്ക് നിർമ്മാണ യൂണിറ്റിൽ നിന്നും മിച്ചം പിടിച്ച തുക വെച്ചാണ് ഷോർട്ട് ഫിലിം നിർമ്മാണം പൂർത്തിയാക്കിയത്. പണം ഒരുപാട് ചെലവായെങ്കിലും അജീനയുടെ മുഖത്ത് നിറയെ സന്തോഷമാണ്. ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും നിരവധി പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാനിടയായത്. ഞാൻ നിലവിലൊരു സംരംഭകയാണ്. കേക്ക് മേക്കിംഗ് ആണ് എൻ്റെ സംരംഭം. അതിൽ നിന്നുള്ള വരുമാനം കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. പണം മിച്ചം പിടിച്ച് ഇനിയും സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് സ്വയം സംരംഭക കൂടിയായ ഈ വീട്ടമ്മയുടെ ആഗ്രഹം. ഇനിയും ഒരു അവസരം കിട്ടുവാണെങ്കിൽ വീണ്ടും CDS മെമ്പറായിട്ട് കയറി വീണ്ടും എനിക്ക് ഇതുപോലുള്ള ഒരു സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാനും വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ 2 ആൺകുട്ടികളും ഭർത്താവും അജീനയ്ക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. അജീനയെ സംബന്ധിച്ച് കേക്ക് നിർമ്മാണം കേവലം ഒരു സംരംഭം മാത്രമല്ല, അതിനപ്പുറം ലഹരി വിരുദ്ധ പോരാട്ടത്തിനുള്ള ഒരു വരുമാന മാർഗം കൂടിയാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. അപ്പോൾ ആ ചേച്ചിക്ക് പിന്തുണയുമായിട്ട് അവർ ഭർത്താവും അപ്പം തന്നെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആ കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ആ ഒരു ജനറേഷൻ എപ്പോഴും നമ്മൾ പറയും ഇവരുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. എനിക്കൊന്ന് ഇപ്പോഴുള്ള ജനറേഷൻ ഒരു പക്ഷേ പിന്തുണയില്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു കരുത്തൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇപ്പം എൻ്റെ അമ്മയുടെ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ചെയ്യാൻ ഒരു ഭയം ഉണ്ടാവും, ഇത് മുന്നിട്ടിറങ്ങാൻ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഒരു കരുത്ത് പകരുക കൂടിയാണ് ഇങ്ങനെ ഒരു ചേച്ചി അല്ലേ.